നമസ്കാരം. ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ കഴിഞ്ഞ ദിവസം പോലീസും മയക്കുമരുന്ന് മാഫിയയും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 64 പേർ കൊല്ലപ്പെട്ടു. 2500ഓളം വരുന്ന പോലീസ് സംഘമാണ് നഗരത്തിലെ മയക്കുമരുന്ന് മാഫിയ സംഘത്തിന് നേരെ ശക്തമായ തോതിലുള്ള നടപടി സ്വീകരിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 60 പേർ മാഫിയ പ്രവർത്തകരും 4 പേർ പോലീസ് ഉദ്യോഗസ്ഥരുമാണ് എന്നാണ് അവിടുത്തെ ഗവർണർ മാധ്യമങ്ങളെ അറിയിച്ചിട്ടുള്ളത്. വളരെ നാളുകളായി ഇവിടെ അധോലോക പ്രവർത്തനം നടത്തുന്ന ഈ മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും പതിവായിരുന്നു. ഇവർ സാധാരണക്കാരായ ജനങ്ങൾക്ക് നിരന്തര ശല്യമായി മാറിയ ഒരു സന്ദർഭത്തിലാണ് പോലീസ് കർശനമായ നടപടികളുമായി രംഗത്തെത്തിയത്. 2 ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും അതുപോലെ ബുൾഡോസറുകളും എല്ലാമായിട്ടാണ് പോലീസ് സംഘം സുശക്തമായ രീതിയിൽ ഇവരെ നേരിടാനായി എത്തിയത്. അധോലോക സംഘങ്ങൾ പോലീസിന് നേർക്ക് ഡ്രോണുകൾ പ്രയോഗിക്കുകയും അവർക്ക് നേരെ ആക്രമണം നടത്താൻ തുനിയുകയും ചെയ്ത സന്ദർഭത്തിലാണ് പിന്നീട് വെടിവെപ്പ് നടന്നത്. നിലവിൽ 64 പേർ ആണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടെങ്കിലും ഒരുപക്ഷെ മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. 2021 അതായത് 4 വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു പോലീസ് നടപടിയിൽ 28ഓളം പേർ അന്ന് കൊല്ലപ്പെട്ടിരുന്നു. ഇവിടെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്വൈരജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് അധോലോക സംഘങ്ങൾ പ്രവർത്തിച്ചിരുന്നത്. ഇവരിൽ കൂടുതലും വളരെ ചെറുപ്പക്കാരായ ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇവരെ നേരിടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെയാണ് ബ്രസീൽ സർക്കാരും കരുതിയിരുന്നത്. പ്രാദേശിക ഭരണകൂടങ്ങളൊക്കെ തന്നെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് നേരത്തെയും ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇത്രയും വലിയ തോതിലുള്ള 2500ഓളം വരുന്ന പോലീസ് സംഘം ഇവിടെ എത്തി ഇവർക്ക് നേരെ ആക്രമണം നടത്തിയത്. നഗരത്തിൽ മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനമാണ് ഇത് കാരണം ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ സിനിമയിലും മറ്റും കാണുന്നത് പോലുള്ള ദൃശ്യങ്ങളാണ് ഇവിടെ എങ്ങും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. നിരവധി ചെറുപ്പക്കാരെ പോലീസ് പിടികൂടി നിർത്തിയിരിക്കുന്നതിൻ്റെയൊക്കെ തന്നെ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സംഭവവുമായി ബന്ധപ്പെട്ട് 81 പേരെ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നാണ് ഒടുവിലത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്രസീലിലെ ഈ റിയോ ഡി ജനീറോ എന്ന് പറയുന്ന നഗരം നേരത്തെ പല പ്രധാനപ്പെട്ട ഉച്ചകോടികളും പോലും സംഘടിപ്പിച്ചിട്ടുള്ള അത്രയും ബൃഹത്തായ ഒരു നഗരമാണ്. അവിടെയാണ് ഈ അധോലോക സംഘങ്ങൾ വർഷങ്ങളായി വലിയ തോതിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ നടത്തുകയും മയക്കുമരുന്ന് വ്യാപാരമൊക്കെ തന്നെ സജീവമാക്കുകയും ചെയ്തത്. ചെറുപ്പക്കാരായ ആളുകളെ തന്നെയാണ് ഇവർ ഇതിനായി നിയോഗിച്ചിരുന്നത്. ഇവിടെയുള്ള മയക്കുമരുന്ന് സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിലൊക്കെ തന്നെ നേരത്തെ നിരവധി പേർ കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുമ്പോൾ തന്നെ ഈ മേഖലയിലുണ്ടായ വിവിധ ഏറ്റുമുട്ടലുകൾ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 900ഓളമാണ് എന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പോലീസ് നടപടിയോട് വിയോജിപ്പ് ഇപ്പോൾ അവിടെ ഉയരുകയാണ്. ഐക്യരാഷ്ട്ര സഭയുടെ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇതിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. പോലീസ് നടത്തിയത് ഒരു ശരിയായ രീതിയിലുള്ള നടപടി ആയിരുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇത്തരത്തിൽ അധോലോക സംഘങ്ങളെ പിടികൂടുന്നതിന് വേണ്ടി കൂട്ടക്കൊല നടത്തുകയായിരുന്നു ബ്രസീൽ പോലീസ് എന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത്. അതേസമയം ബ്രസീലിലെ സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് ഏറെ ആശ്വാസം പകരും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത്. പോലീസ് അധോലോക സംഘങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ ഫലമായി റിയോ നഗരത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടത്. സാധാരണക്കാരായ ജനങ്ങളും ഓഫീസിൽ പോയവരും അതുപോലെ വിദ്യാർത്ഥികളുമൊക്കെ തന്നെ ഈ തിരക്കിൽ നട്ടം തിരിയുന്ന അവസ്ഥയുണ്ടായിരുന്നു. എങ്കിൽ പോലും എല്ലാവരും ഈ അധോലോക സംഘങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ നടപടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്.